ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വളരെ ചെറിയ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഉണക്ക കൊഞ്ചാണ് കേട്ടോ. അതും ഇനി ഒരു ചെറിയ പീസ് മത്തങ്ങയും കൂടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം ഇത് ആദ്യം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണക്ക കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പം ഇത് വലിയ കൊഞ്ചിൽ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ പൊടി കിട്ടിയത് കൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പം ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിനകത്തൊക്കെ നല്ല അഴുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നേരം അവിടെ ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് അവിടെ ഒന്ന് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതവിടെ നിന്ന് ഇരിക്കട്ടെ. ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്തിട്ട് അതിലേക്കൊരു 10-15ഓളം ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇടികല്ലിൽ ഇടിച്ചെടുത്താലും മതി. ഞാൻ വളരെ എളുപ്പം നോക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്. ദാണ്ട് ഇതുപോലെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഓയിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അളവിനൊക്കെ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ മാത്രമേ ഓയിൽ എടുത്തിട്ടുള്ളൂ. ഇനി അതിലോട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കേ അതിലേക്ക് കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്നങ്ങ് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം കൊണ്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയിലും ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കുഞ്ഞുള്ളിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുള്ളി ചതച്ച് ചേർത്തത്. അപ്പോൾ ദാണ്ടെ ഇത് ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് കളറൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചട്ടിയുടെ അടിക്കൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. എണ്ണ വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇപ്പോൾ ദാണ്ടെ കുഞ്ഞുള്ളിയൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒരല്പം കൂടുതൽ ചേർക്കുന്നതാണ് ഈ ഒരു ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ ചെറിയ തക്കാളിയാണ്, ഞാൻ 2 എടുത്തു. നിങ്ങളിൽ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി ഇത് തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് ഉടഞ്ഞ് വരുന്ന ആ ഒരു പാകം വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ദാണ്ടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുന്ന ഒരു പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഒന്നങ്ങ് ആ പച്ചമണം മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ക്ലീൻ ആക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പൊടിപ്പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ മത്തങ്ങയും ഉണക്ക കൊഞ്ചും കൂടെ വെച്ച് കറി ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മത്തങ്ങയൊക്കെ വേകാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ മസാലയായിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയോട് ചേർക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കൊഞ്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെയും അതിനകത്ത് കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇത് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഫുള്ളായിട്ട് നന്നായിട്ട് വെന്തിട്ടില്ല, ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിവിടെ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, ഞാൻ ഈ കൊഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൊല്ലത്ത് കൂടുതലും കൊഞ്ചെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ചിലർ ഇതിന് ചെമ്മീൻ പറയും. അപ്പോൾ അങ്ങനെ പറയുന്നവർ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചത് വീണ്ടും തണുത്ത വെള്ളത്തിൽ 2-3 വട്ടം കൂടെ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കുഞ്ഞ് കൊഞ്ച് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സംഭവം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ മത്തങ്ങയും കൊഞ്ചുമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനും ബെസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.